ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗുഡ്സൺ കട്ടപ്പന. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് കാർ ഡ്രൈവിങ്ങിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരുപാട് പേർക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ തുടക്കക്കാർക്ക് സംശയമുള്ള ഒരു കാര്യമാണ്. ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് ഒരു പകുതി, അതായത് ഒരു കുറച്ച് നമ്മൾ ക്ലച്ചിലേക്ക് കാലെടുത്ത് വെച്ച് താഴ്ത്തി കൊടുക്കണം. വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരു പകുതി ക്ലച്ച് നമ്മൾ യൂസ് ചെയ്യണം ഡ്രൈവിങ്ങിൽ. ഇനി അതുപോലെ തന്നെ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ വെറുതെ ആണെങ്കിലും ക്ലച്ച് പെടലെ ഇടത്തെ കാലെടുത്ത് വെക്കണോ എന്നും പല ആൾക്കാർക്ക് സംശയമുണ്ട്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നിങ്ങൾ മിസ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കാണുക. കാരണം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന ചില കാര്യങ്ങളാണ് ഇപ്പോൾ വീഡിയോയിൽ പറയുന്നത്. അതുകൊണ്ട് വീഡിയോ ഒന്ന് കാണുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം. ഓക്കെ, ഇതിനുള്ള ഒരു ഉത്തരം എന്ന് പറയുന്നത് നിങ്ങളെ ഞാനൊന്ന് ഇപ്പോൾ കാണിക്കും. അതായത് നമ്മളൊരു വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് ഒരുപാട് പേർക്കുള്ള ഒരു സംശയമാണ്, നമ്മളിങ്ങനെ ആക്സിലറേഷൻ കൊടുത്തു പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ബ്രേക്കിലേക്ക് വരുന്ന സമയത്ത് ഒരു പകുതി താഴോട്ട് ക്ലച്ച് അല്ലെങ്കിൽ ഒരു കുറച്ച് താഴോട്ട് ക്ലച്ച് ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ട് ആക്സിലറേഷൻ കൊടുത്തു പോകണോ എന്നുള്ളത്. എന്നാൽ ഇതിനുള്ളൊരു ഉത്തരം എന്ന് പറയുന്നത്, നമ്മൾ ഒരു പകുതി ക്ലച്ച് എന്ന് പറയുന്ന ഒരു കാര്യം കാർ ഡ്രൈവിങ്ങിലില്ല. നമ്മൾ ഹാഫ് ക്ലച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വണ്ടിയെ നമ്മൾ എടുക്കുന്ന സമയത്ത് വണ്ടി മൂവ് ആകുന്ന പോയിന്റാണ് ഈ ഹാഫ് ക്ലച്ച് എന്ന് പറയുന്നത്. ഈ ഹാഫ് ക്ലച്ചിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ ക്ലച്ചിന്റെ പകുതിയിലേക്ക് വരിക എന്നുള്ളതല്ല. അതായത് ഫുട് പെഡലിൽ നമ്മൾ പൂർണ്ണമായിട്ട് ഇങ്ങനെ ക്ലച്ച് ചവിട്ടിയിട്ട് ക്ലച്ചിന്റെ നേരെ പകുതി വന്നു കഴിഞ്ഞാൽ ഹാഫ് ക്ലച്ച് ആകില്ല. ഹാഫ് ക്ലച്ച് എപ്പോഴും നമ്മൾ ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ എപ്പോഴാണോ വണ്ടി ഉരുണ്ട് തുടങ്ങുന്നത് ആ ഒരു പോയിന്റിനെയാണ് നമ്മൾ ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ക്ലച്ചിന്റെ പകുതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലച്ചിൽ കുറച്ച് കാല് താഴ്ത്തി വെക്കണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും നമ്മൾ ക്ലച്ചിൽ കാല് ഇത്തരത്തിൽ താഴ്ത്തി വെക്കാനായിട്ട് പാടില്ല. അതായത് ക്ലച്ച് ഒരു കാരണവശാലും ചുമ്മാ ചവിട്ടി താഴ്ത്തി വെക്കാനായിട്ട് പാടില്ല. ഇനി താഴ്ത്തി വെക്കേണ്ട ചില സിറ്റുവേഷൻ ഉണ്ട്. അത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു ഇറക്കമൊക്കെ വണ്ടി ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ക്ലച്ചിലേക്ക് പതിയെ കാല് വന്ന് നമ്മളുടെ വണ്ടിയുടെ വേഗത തീർത്തും കുറയേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ എഞ്ചിനും ഗിയർ ബോക്സും തമ്മിലുള്ള കണക്ഷനെ കട്ട് ഓഫ് ചെയ്യണം. അതായത് വണ്ടി ബ്രേക്ക് ചെയ്ത് കൂടുതൽ സ്ലോ ആക്കുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ കുറച്ചെങ്കിലും ക്ലച്ച് താഴ്ത്തി കൊടുക്കുന്നത്. ഒരു പകുതി ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിലേക്ക്, അതായത് വണ്ടി മുന്നോട്ട് മൂവ് ആകുന്ന ആ ഒരു പോയിന്റിലേക്ക് പതിയെ ക്ലച്ച് നമ്മൾ താഴ്ത്തിയിട്ട് ബ്രേക്കിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ വണ്ടി ഓഫ് ആകാതെ പോകാൻ കഴിയും. പിന്നീട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് വീണ്ടും റണ്ണിങ് ആവശ്യമാണെന്ന് തോന്നിയാൽ ഈ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന്, അതായത് വണ്ടി മൂവ് ആകുന്ന പോയിന്റിൽ നിന്ന് റിലീസ് ചെയ്തിട്ട് ബ്രേക്ക് നയിക്കുമ്പോൾ നമ്മുടെ വണ്ടി നീങ്ങും. അപ്പം വണ്ടി തീർത്തും സ്ലോ ആകേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഒരു പകുതി ക്ലച്ചിലേക്ക്, അതായത് താഴോട്ട് ക്ലച്ച് താഴ്ത്തി കൊടുക്കുന്നത്. ഇനി അതുപോലെ തന്നെ നിങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തുടക്കത്തിൽ നമ്മൾ ക്ലച്ചിൽ ഇടത്തെ കാലെടുത്ത് ഇങ്ങനെ ഒന്ന് വെറുതെ വെക്കുന്നതിൽ തെറ്റില്ല. കാരണം ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് നമുക്ക് ഓരോ ഗിയർ ഇടുമ്പോൾ ക്ലച്ച് തുടക്കക്കാരെ സംബന്ധിച്ച് ഇങ്ങനെ ഫ്ലോറിൽ വെക്കുമ്പോൾ തപ്പിപ്പിടിക്കും. അതായത് താഴോട്ട് നോക്കാനായിട്ട് പാട് വരുമ്പോൾ ഇങ്ങനെ തപ്പിപ്പിടിക്കും. അപ്പം അത് ഒഴിവാക്കാനായിട്ട് തുടക്കത്തിൽ നിങ്ങൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഒരു 4-5 ക്ലാസ് ഒക്കെ ഓടിക്കുമ്പോൾ നിങ്ങൾ ഇടത്തെ കാലെടുത്ത് ക്ലച്ചിൽ വെറുതെ വെച്ചേക്കുക, ചവിട്ടി താഴ്ത്താൻ പാടില്ല. എന്നിട്ട് നമുക്ക് ഓരോ ഗിയർ ഇടുന്ന സമയത്ത് ക്ലച്ച് വളരെ വേഗത്തിൽ ഇത്തരത്തിൽ ചവിട്ടാനും ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യാനും എളുപ്പമുണ്ടാകും. എന്നാൽ വണ്ടി നമ്മൾ ഓടിച്ച് ഡ്രൈവിംഗ് പഠനമൊക്കെ നമ്മൾ കുറേയൊക്കെ ആയി വണ്ടി അത്യാവശ്യം ഓടിച്ച് തുടങ്ങുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ക്ലച്ച് കണ്ടുപിടിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാതിരിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ പിന്നെ നമ്മൾ ആവശ്യാനുസരണം ക്ലച്ചിൽ കാലെടുത്ത് വെക്കുക. അതായത് നമ്മളിപ്പോൾ ഉദാഹരണം പറയാം, ഒരു ക്ലച്ച് ചവിട്ടി ഒരു ഗിയർ ഇടുന്നു, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, എന്നിട്ട് ഫ്ലോറിലേക്ക് ഇത്തരത്തിൽ കാല് റെസ്റ്റിനായിട്ട് വെക്കുക, വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു പോവുക, വീണ്ടും നമുക്ക് ക്ലച്ചിന്റെ യൂസ് വരുമ്പോൾ ഇതുപോലെ എടുത്ത് ചവിട്ടുക, ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യുക, വീണ്ടും കാലെടുത്ത് താഴെ വെക്കുക. പിന്നെ ആവശ്യം എപ്പോഴാണോ വരുന്നത്, നമുക്കൊരു വണ്ടി തീർത്തും സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരുമ്പോൾ ബ്രേക്കിനോടൊപ്പം നമ്മൾ ഇതുപോലെ ക്ലച്ചിലേക്ക് വന്ന് സ്ലോ ചെയ്യുക. സ്ലോ ചെയ്യുന്ന ആ ഒരു സാഹചര്യം കഴിയുമ്പോൾ ക്ലച്ച് റിലീസ് ചെയ്യുന്നു, ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യുന്നു, കാലെടുത്ത് ഫ്ലോറിലേക്ക് വെക്കുക. അപ്പോൾ ഇങ്ങനെയായിരിക്കണം നിങ്ങളൊരു വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ ക്ലച്ച് പ്രോപ്പറായിട്ടും യൂസ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പകുതി ക്ലച്ച് ചവിട്ടണോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക്. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.